മലയാള സിനിമയിലെ ചില കിടിലൻ കഥാപാത്രങ്ങൾ മുൻപ് വേറെ ചില നടീനടന്മാരായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ് സിനിമയിൽ ജഗതി ശ്രീകുമാറിന്റെ കഥാപാത്രത്തിന് വേണ്ടി ആദ്യം തീരുമാനിച്ചത് ഇന്നസെന്റിനെ ആയിരുന്നു. വെട്ടം സിനിമയിൽ കലാഭവൻ മണിയുടെ കഥാപാത്രമായി ആദ്യം തീരുമാനിച്ചിരുന്നത് ഹരിശ്രീ അശോകനെ ആയിരുന്നു. കല്യാണരാമനിൽ സലീം കുമാറിന്റെ കഥാപാത്രമായി ആദ്യം തീരുമാനിച്ചതും ഇതേ ഹരിശ്രീ അശോകനെ തന്നെയായിരുന്നു. കൊടൂര വില്ലൻ എന്ന ക്ലീഷ ബ്രേക്ക് ചെയ്ത മെമ്മറി സിനിമയിലെ ആരും മറക്കാത്ത വില്ലൻ കഥാപാത്രത്തിന് വേണ്ടി ആദ്യം പരിഗണിച്ചത് നടനും തിരക്കഥാകൃത്തുമായ റോണി വർഗീസ് രാജിനെയായിരുന്നു. ദിലീപ് നായകനായ മുല്ല സിനിമയിൽ നായികയ്ക്ക് വേണ്ടി ആദ്യം പരിഗണിച്ചിരുന്നത് മീര ജാസ്മിനെ ആയിരുന്നു. എന്നാൽ സിനിമയുടെ കഥ ലാൽ ജോസ് പറഞ്ഞപ്പോൾ മീര ജാസ്മിന് അതൊട്ടും മനസ്സിലാവാത്തത് കൊണ്ടാണ് മീര ആ ഒരു കഥാപാത്രം ചെയ്യാത്തത്. ജയറാം സിനിമയായ മേലേപ്പറമ്പിൽ ആൺവീടിൽ ജഗതി ശ്രീകുമാറിന് പകരം നിശ്ചയിച്ചിരുന്നത് ഇന്നസെന്റിനെ ആയിരുന്നു. മോഹൻലാലിന്റെ ആറാം തമ്പുരാനിൽ കലാഭവൻ മണിയുടെ കഥാപാത്രമായി ആദ്യം പരിഗണിച്ചിരുന്നത് ജഗദീഷിനെ ആയിരുന്നു. എന്നാൽ ജഗദീഷിന്റെ റോള് ആറാം തമ്പുരാനിൽ പോയതുകൊണ്ട് രഞ്ജിത്തിന്റെ അടുത്ത സിനിമയായ രാവണപ്രഭുവിൽ കലാഭവൻ മണിക്ക് വേണ്ടി വെച്ചിരുന്ന വേഷം ജഗദീഷിന് കൊടുത്ത് ബാലൻസ് ആക്കി. CID മൂസയിലെ ക്യാപ്റ്റൻ രാജുവിന്റെ കഥാപാത്രവും സലീം കുമാറിന്റെ കഥാപാത്രം ഒന്നാക്കി സലീം കുമാറിന് വേണ്ടിയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് രണ്ടുപേരിലേക്ക് കഥാപാത്രങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. ജയറാം സിനിമയായ അമൃതത്തിൽ ജയറാമിന്റെ അനുജൻ കഥാപാത്രമായ അരുണിന്റെ കഥാപാത്രത്തിന് ആദ്യം ചൂസ് ചെയ്തത് പൃഥ്വിരാജിനെ ആയിരുന്നു.